ഏവർക്കും ദൈവനാമത്തിൽ സ്വാഗതം. 34-ാമത്തെ ബൈബിൾ ക്വിസിലേക്ക് ഏവർക്കും ഹാർദവമായ സ്വാഗതം. ഇന്ന് നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് പിതാവിനെ കുറിച്ചിട്ടാണ്. എല്ലാ പിതാവിനെ കുറിച്ചാണ്. അയ്യോ മകളെ, നീ എന്നെ വ്യസനിക്കുന്നവരുടെ കൂട്ടത്തിലാക്കിയല്ലോ എന്ന് പറഞ്ഞ പിതാവ് ആര്? അത് ന്യായാധിപന്മാരുടെ പുസ്തകത്തിൽ എഴുതിയിരിക്കുന്നു. അത് ഇഫ്താഹ് 11:35. അടുത്ത രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. ആയുസ് കൂടിയിട്ടും കണ്ണ് മങ്ങാത്ത ഒരു പിതാവുണ്ട്. ആ പിതാവ് ആരാണ്? ആ പിതാവ് 34:7 ആവർത്തന പുസ്തകം പറയുന്നു അത് മോശയായിരുന്നു. പ്രായമുണ്ടായിട്ടും അദ്ദേഹത്തിൻ്റെ കണ്ണ് മങ്ങിയില്ല. 120 വയസ്സ് പ്രായമുണ്ടായിരുന്നു. മൂന്നാമത്തെ ചോദ്യം, ഹോമയാഗങ്ങൾ കഴിച്ച പീഡിതനായ പിതാവ് ആര്? ഉത്തരം ബൈബിൾ കണ്ടതിലേക്ക് ഒരു നിഷ്കളങ്കനായ ഒരു മനുഷ്യനാണ്. അദ്ദേഹത്തരം ഇയ്യോബ് 1:5 എഴുതിയിരിക്കുന്നു, അദ്ദേഹം മക്കൾക്ക് വേണ്ടി യാഗം ചെയ്തു. നാലാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. പിതാവില്ല, മാതാവില്ല, ദൈവപുത്രന് തുല്യനാകുന്നു ആര്? ഉത്തരം എബ്രായർക്ക് എഴുതിയ ലേഖനം ാണ്. മൽക്കീസേദെക്ക് എന്ന എബ്രായർക്ക് എഴുതിയ ലേഖനം 7:3 പറയുന്നു. അഞ്ചാമത്തെ ചോദ്യത്തിലേക്ക് കടക്കാം. കണ്ണ് മങ്ങിയിട്ടും ഒരു പിതാവ് തന്നെ മകനെ വേട്ടക്കയച്ച് അനുഗ്രഹം കൊടുക്കാനായിട്ട് വേട്ടക്കയച്ചു. ആ പിതാവ് ആരാണ്? ഉത്തരം ഇസഹാക്ക്. ഉൽപ്പത്തി 27:1. അടുത്ത ചോദ്യം ആറാമത്തെ ചോദ്യമാണ്. പുതിയ നിയമത്തിലെ ജോസഫിൻ്റെ പിതാവ് ആരാണ്? അതായത് മേരിയുടെ ഭർത്താവായ ജോസഫിൻ്റെ പിതാവ് ആരാണ്? മത്തായിയുടെ സുവിശേഷം 1-ാം അധ്യായത്തിൽ കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഉത്തരം യാക്കോബ് എന്നാണ്. മത്തായി 1-ാമത്തെ അധ്യായം 16-ാം വാക്യം. ഇനി 7-ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. പിതാവിനോട് കഴിക്കുന്ന പ്രാർത്ഥന മാത്രമുള്ള അധ്യായം ഏതാണ്? അതിൻ്റെ ഉത്തരം യോഹന്നാന്റെ സുവിശേഷം 17-ാം അധ്യായമാണ്. യേശുവിൻ്റെ ശിഷ്യന്മാരിൽ 2 പേര് ഒരപ്പൻ്റെ മക്കളായിരുന്നു. ആ അപ്പൻ അല്ലെങ്കിൽ ആ പിതാവ് ആരായിരുന്നു? ആ പിതാവ് സബദിയായിരുന്നു. സബദിയുടെ മക്കളാണ് യാക്കോബും യോഹന്നാനും. അടുത്ത 9-ാമത്തെ, ബർത്തിമ്മയുടെ അപ്പൻ്റെ പേരെന്താണ്? ബർത്തിമ്മയുടെ അപ്പൻ്റെ പേര് തിമായി എന്നാണ്. അത് ഏവർക്കും അറിയാവുന്ന ഒരു ഉത്തരമാണ്. 10-ാം അധ്യായം 46-ാം വാക്യം. 10-ാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. പിതാവിൻ്റെ മക്കളെങ്കിലോ നമ്മൾ അവകാശികളാകുന്നു എന്ന് എവിടെ എഴുതിയിരിക്കുന്നു? നമ്മൾ അവകാശികളാണ് എന്ന് എവിടെയാണ് എഴുതിയിരിക്കുന്നത്? അത് റോമർ 8:17 അങ്ങനെ പറയുന്നു, മക്കളെങ്കിലോ അവകാശികളാകുന്നു. പതിനൊന്നാമത്തെ ചോദ്യം, ഒരു പ്രവാചകന്റെ പിതാവിൻ്റെ പേരും മറ്റൊരു പ്രവാചകന്റെ പേരും ഒന്നാണ്. ഏതാണെന്ന് പറയാമോ? അതിൻ്റെ ഉത്തരം ഞാൻ പറയാനായിട്ട് പോവുകയാണ്. ആമോസ് പ്രവാചകൻ. ആമോസിൻ്റെ പ്രവാചകൻ യെശയ്യാവിൻ്റെ അപ്പൻ്റെ പേരും ആമോസ് എന്നായിരുന്നു. ഇനി 12-ാം അധ്യായത്തിലേക്ക് നമുക്ക് കടക്കാം.
എല്ലാവരും പിതാവിനെ ബഹുമാനിക്കുന്ന പോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതാകുന്നു എന്ന് എവിടെ എഴുതിയിരിക്കുന്നു? പിതാവിനെ ബഹുമാനിച്ചതുപോലെ പുത്രനെയും ബഹുമാനിക്കേണ്ടതാകുന്നു എന്ന് എവിടെ എഴുതിയിരിക്കുന്നു? അത് യോഹന്നാന്റെ ലേഖനം, യോഹന്നാന്റെ സുവിശേഷം 17:10. ഇതോടുകൂടി 34-ാമത്തെ എപ്പിസോഡ് അവസാനിക്കുകയാണ്. ഇനി നമുക്ക് 35-ാമത്തെ എപ്പിസോഡുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. കമൻറ്റ്, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുതേ എന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഇത് അവസാനിപ്പിക്കുകയാണ്.